ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നല്ല നാടൻ രുചിയിൽ നമ്മുടെ അമ്മയും മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നതിൽ നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തി, അതല്ലെങ്കിൽ ഇതിനെ ഉപ്പും മുളകും ഉപ്പും പുളിയും എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇത് മിക്കവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുന്നവർക്കൊക്കെ, അതായത് വിറകടുപ്പിലൊന്നും ചെയ്യാതെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതേ രുചിയോടുകൂടി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തത്. എന്നിട്ട് ഈ ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് വിറകടുപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചുട്ടെടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ കഴിയാത്തവർക്ക് ഇതുപോലെ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് എണ്ണ തടവി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽ പ്രധാന ചേരുവയായിട്ടുള്ള വറ്റൽ മുളകാണ്. അപ്പോൾ ഒരു 4-5 ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ചുട്ടെടുത്താൽ മതി. ചുട്ടെടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി സാധാരണ ചെയ്യുക. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ചൂടാക്കി എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ചെറിയുള്ളി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വിറകടുപ്പിലാണെങ്കിൽ ഇതും അതുപോലെ നമ്മൾ വറ്റൽ മുളകൊന്ന് ചുട്ടെടുക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു 6-7 എടുത്തത്, കാരണം വലിയ ഉള്ളി ആയതുകൊണ്ടൊന്നും കീറിയിട്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക, വറ്റൽ മുളകും അതുപോലെ തന്നെ ചെറിയുള്ളി. അപ്പോൾ ശരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ശരിക്കും വിറകടുപ്പിലല്ലാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ മാറിയൊരു കളറാകുന്നത് വരെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വറ്റൽ മുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് ഞാൻ റെഡിയെടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത്, സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടാണ് സാധാരണ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നതിനകത്ത് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി ചതച്ചെടുത്താൽ മതി. ഒത്തിരി നമ്മളിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. വറ്റൽമുളക് ഒന്ന് ചതച്ചതിന് ശേഷം അതുപോലെ തന്നെ ചെറിയുള്ളി കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയുള്ളിയും വറ്റൽമുളകും കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഞെരടി എടുത്താൽ മതി. പക്ഷേ നമ്മൾ മിക്സിയിലൊന്നും ചെയ്തെടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കഞ്ഞിവെള്ളം ഇതിനകത്തോട്ടേക്ക് ഒരു ടീസ്പൂണൊക്കെ കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ പുളി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിനും നല്ല രീതിയിൽ ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിലോട്ടേക്ക് ഞാനൊരു ഇത്തിരി നല്ല പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ്, ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയധികം നല്ല രുചിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.